ഹലോ. അപ്പോൾ ഇന്നും ഞാൻ നൈറ്റ് കഴിച്ചത് സാലഡ് തന്നെയാണ് കേട്ടോ. അതിൽ കുറച്ച് ചിക്കൻ, കുറച്ച് നമ്മുടെ വേവിച്ച വെള്ളക്കടല, അങ്ങനെ കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ എൻ്റെ മോൾ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞേ, കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടാക്കിയ സാലഡിൽ കുറച്ച് എരിവ് കൂടുതലായിരുന്നു. അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു, അമ്മേ കുറച്ച് എരിവൊക്കെ കുറയ്ക്ക്, എരിവ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് നല്ലത് ബോഡിക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ അധികമല്ല, ഞാൻ എരിവ് ഇട്ടിട്ടില്ല ഇന്നത്തെ സാലഡിൽ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ അത്ര ടേസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചിക്കൻ കറി കഴിക്കുന്ന ടേസ്റ്റൊന്നും സാലഡ് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹെൽത്തിന് നല്ലതല്ലെന്ന് വിചാരിച്ചിട്ട് കഴിക്കണേ. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റൊക്കെ ഉണ്ട് അത്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത്, കുക്കുംബർ, കുറച്ച് ചിക്കൻ, കുറച്ച് ക്യാരറ്റ്, കുറച്ച് വെള്ളക്കടല വേവിച്ചത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. വളരെ കുറച്ച് ഉപ്പ് മതി. ഉപ്പ് ചേർത്തു. പിന്നെ ഒരു സ്പൂണോളം ആപ്പിൾ സിഡർ വിനെഗർ ചേർത്തു അതിൽ. പിന്നെ ചേർത്തത് ഒരു ചെറിയ പാക്കറ്റ്, നമ്മുടെ പിസ്സ വാങ്ങിയപ്പോൾ കൂടെ കിട്ടിയതാട്ടോ ആ ചെറിയ പൗച്ച്. അത് ഒറിഗാനോ സീസണിങ് കിട്ടി. അതും കൂടി അതിലിട്ട് മിക്സ് ചെയ്ത് ഇതാണ്. അപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞ നമ്മുടെ സാലഡ് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. കളർഫുൾ സാലഡാണ് ശരിക്കും പറഞ്ഞാൽ. ബീട്രൂട്ട് ചേർത്താൽ തന്നെ അറിയാമല്ലോ, നല്ലൊരു കളർ അതിന് കാണുന്നുണ്ട്. അത് നല്ലൊരു കളറല്ലേ. നമുക്കിനി കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതും എനിക്ക് കഴിക്കാനായിട്ട് തയ്യാറാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോള് വന്നപ്പോൾ മോളോട് പറഞ്ഞു കുറച്ച് അതിൽ നിന്ന് എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ അവൾ വന്നിട്ട് എന്നോട് ചോദിച്ചത്, അമ്മ ഇതിൽ നിന്ന് അമ്മയ്ക്ക് വേണോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതെന്താടാ, നല്ല ഇത്രേ ഉള്ളൂ ബാക്കിയെന്ന്. കാരണം അതിൻ്റെ ഹാഫ് പോർഷൻ അവൾ കഴിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ബാക്കി ഹാഫാണ് ഞാൻ ഇന്ന് രാത്രി കഴിച്ചത്.